സംവിധാനത്തിലാണ് രാജ്യത്തെ പല മതകക്ഷികളായി, നാട്ടുരാജ്യങ്ങളായി, പല ഭാഷകൾ സംസാരിക്കുന്നവരായി വിഭജിച്ച് നിർത്തിയത് ഇന്ത്യ എന്ന ഒരു വലിയ വിശാലമായ പ്ലാറ്റ്ഫോമിൽ യൂണിറ്റി ഡൈവേഴ്സിറ്റി, നാനാത്വത്തിന്റെ ഏകത്വം, പല മതങ്ങളും വിശ്വസിക്കുന്ന, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള, പല ആഹാര രീതികളുള്ള, പല വേഷവിധാനങ്ങളുള്ള, പല എല്ലാ അർത്ഥത്തിലും വിഭിന്നമായവരെ ഇന്ത്യ എന്ന ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ ഒരുമിപ്പിക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. ആ ഭരണഘടന രൂപപ്പെട്ട് 77 വർഷം പിന്നിടും. നമുക്കറിയാം, ഈ 77 വർഷമായിട്ട് രാജ്യത്തെ പട്ടിണിവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട, അവകാശ നിഷേധിക്കപ്പെട്ട, നടക്കാൻ പോലും കഴിയാത്ത പല പ്രദേശങ്ങളും, ദളിതുകൾക്ക്, താഴ്ന്ന വിഭാഗങ്ങൾക്ക്, പിന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധനയിലേക്ക് പോകാനോ അവരുടെ പേരുകൾ വെളിപ്പെടുത്താനോ കഴിയാത്ത അത്രയും ദുരിതമായ പല പ്രദേശങ്ങളുണ്ട്. എല്ലായിടത്തും ഒരുപോലെ അല്ല എന്ന് കൂടി നാം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും വരുന്ന വാർത്ത അനുദിനം നമ്മുടെ ഭരണഘടന രാജ്യത്തിന്റെ തെരുവുകളിൽ വലിച്ചു കീറപ്പെടുന്നു, കത്തിക്കുന്നു. അതിന്റെ ആശയങ്ങൾ, മൂല്യങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് എടുത്ത് കത്തിക്കുന്നതല്ല, അതിന്റെ ഓരോ ആശയങ്ങൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചവരെ കുറ്റുകാരായി കാണുന്ന ഒരു സാഹചര്യം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്ത സവർക്കറെ പോലുള്ളവരെ വീര സവർക്കർമാരായി മാറുന്നു. അതേപോലെ ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് നിറയൊഴിച്ച ഗോഡ്സെമാരുടെ ആദരിക്കപ്പെടുന്നു. അവർക്ക് ആവേശമുള്ള ഒരു കമ്മിറ്റി, അവരുടെ ആവേശമുള്ള ഒരു ടീമിനെ അവർക്ക് പിന്തുണയ്ക്കാൻ കിട്ടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടന നമ്മുടെ പിഞ്ചു തലമുറയ്ക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ തെരുവുകളിൽ എന്നും നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുകയും അതിന്റെ ആശയങ്ങൾ എന്നും ജനങ്ങൾക്ക് വിതരണം, അതായത് വിതരണം ചെയ്യുക പറഞ്ഞാൽ ഒപ്പിടിച്ച് വിതരണം ചെയ്യുക, അതിന്റെ മൂല്യങ്ങൾ ഓരോ ദിനം നമ്മൾ നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളെ ഇതുപോലുള്ള സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം പോലെയുള്ള പരിപാടികളും ഒപ്പം നമ്മുടെ എല്ലാ മേഖലകളിലും ഇത് എല്ലാം നമ്മൾ ഉയർത്തിപ്പിടിച്ചില്ലായെങ്കിൽ വരും നാളുകളിൽ ഈ ഭരണഘടന പൂർണ്ണമായും അസ്തമിക്കപ്പെട്ട് വിചാരധാര എന്ന സംവിധാനം രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായി ഇരിക്കുകയും അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ജനാധിപത്യം, മതേതരത്വം ഈ രാജ്യത്ത് പുലരാൻ വേണ്ടി ശക്തമായി നാം ഒരുമിച്ച് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വന്ന എല്ലാവരോടും ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സോഷ്യൽ ഡെമോക്രാറ്റിക്